ഇപ്പോൾ വീണ്ടും നമ്മളൊരു യാത്രയിലാണ്. അതെ, ഒരു ട്രാവൽ വ്ളോഗാണ്. യാത്ര എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു യാത്ര ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവസാനം ഞങ്ങളിതാ വയനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വയനാട്ടിലെത്തി. ഇത് നമ്മുടെ സ്വന്തം ജിതിനച്ചന്റെ അനിയത്തിയുടെ വീടാണ്. ജിതിനച്ചനും അനന്തും ഷൈനൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, പിള്ളേർ സെറ്റും ഉണ്ട്. അതെ, അപ്പൊ ഈ വീട് നമുക്ക് അച്ഛൻ വഴി കിട്ടിയതാണ്. അച്ഛന്റെ ഇവരിവിടെ ഗസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മുടെ യാത്ര തിരിക്കുകയാണ്. അവരെല്ലാവരും താഴെയുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി ആക്ച്വലി പോന്നു. ഇന്ന് രാവിലെ ഇവിടെ വയനാട് എത്തി, ഒന്ന് ഫ്രഷായി. നമ്മളിപ്പോൾ ഇവിടുന്ന് വയനാട്ടിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സുഖമാണ്. വയനാടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തണുപ്പൊന്നുമില്ല, തണുപ്പുണ്ട്. നമ്മുടെ എറണാകുളത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര നല്ല സുഖമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാറിൽ കയറി എല്ലാവരും കയറി കണ്ട് നമുക്ക് യാത്ര തിരിക്കാം. ഓക്കെ. ബാക്കിലിടാനുള്ള വീഡിയോ ആണോ? നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ച് നമുക്ക് ഒരു പേന പേപ്പർ തരട്ടെ. അച്ഛാ, കൂളിംഗ് ഗ്ലാസ് എങ്ങനെയുണ്ട്? അച്ഛന്റെ കൂളിംഗ് ഗ്ലാസ് അവിടെ. അച്ഛന്റെ കൂളിംഗ് ഗ്ലാസ് വേണോ? നിനക്കും കൂളിംഗ് ഗ്ലാസ് വേണോ? അങ്ങനെയാണ്, നമുക്ക് കുറച്ച് 2 കൂളിംഗ് ഗ്ലാസ് മേടിക്കാം. എന്നാ ഓടിക്കാച്ചാ, ഇത് ഒടിച്ചിട്ട് പകുതി തരട്ടെ? വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, ചോദിച്ചോളൂ. ജോണസേ നീ വെച്ചോ. ഹായ് പറഞ്ഞേ, ഹായ്. ഷൈന ഒരു ഹായ് പറഞ്ഞേ. ത്രേസ്യാമ ഒരു വലിയ ഹായ് പറഞ്ഞേ. ത്രേസ്യാമേനെ ഞങ്ങള് പുറകോട്ട് തട്ടിയേക്കാണ്. കാലിന് നീളല്ലാത്തരൊക്കെ പിടിച്ച് പുറകിലിരുത്തി. ഏറ്റവും കുഞ്ഞു ആളുകളെ ഞങ്ങൾ പുറകിലേക്ക് തള്ളി. അതെ, ഏറ്റവും കുഞ്ഞ ഹൗസൂനെ ഏറ്റവും കുഞ്ഞ ത്രേസ്യാമ. ഇനി എന്ത് ഗോൾ അടിക്കണം അറിയാൻ വേണ്ടിട്ട് ചിന്തിച്ചോണ്ടിരിക്കുക. അതെ, ഇതിനൊക്കെ ഞങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോ കിട്ടും. കൂട്ടത്തിലെ ഏറ്റവും സുന്ദരനും വെയില് കൊള്ളാൻ ഏറ്റവും മടിയുള്ള അനന്തുവിനെ ഞങ്ങള് വെയില് കൊള്ളിച്ച് മാസ്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. പ്രാഗിയാ പോയേക്കണതുകൊണ്ട് നമ്മളിപ്പോ നേരെ നമുക്ക് 900 കണ്ടിയിലേക്ക് പോവാം. 900 കണ്ടി. അതെ അതെ. എന്താ 900 കണ്ടിന്ന് പേര് വരാൻ കാരണം? അതൊരു റിസർച്ച് നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അതെ, കുറച്ച് സെൻസിറ്റീവ് കണ്ടന്റ് ആയതുകൊണ്ട് നമുക്കത് വേണം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നതെന്നുള്ളത് പറയാൻ പറ്റില്ല. കണ്ടി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മാസ്ക് ഒക്കെ കിട്ടിയോ? മാസ്ക് കിട്ടി, വെള്ളം കിട്ടി, വെയിലുണ്ടോ? മാസ്ക് എന്തിനാന്നും കൂടെ പറയാം. എടാ, നീ നീന്താൻ പോവാണോ ഈ കണ്ണടം വെച്ച്? ഏതാ? ഓരോ പാട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ വരെ നമ്മുടെ വണ്ടി വരുള്ളൂ. ഇവിടുന്ന് നമുക്കിനി ഓഫ് റോഡ് ജീപ്പിൽ കയറി. അതുപോലെ അപ്പോൾ അതിനുള്ള ജീപ്പ് നമ്മൾ അന്വേഷിക്കാൻ പോവാണ്. മതിയച്ചാ. അപ്പോൾ നമ്മളിനി വണ്ടി നോക്കി നിൽക്കുകയാണ് മുകളിലേക്കുള്ള. ഈ ചേട്ടനാണെങ്കിൽ നമുക്കുള്ള വണ്ടി അറേഞ്ച് ചെയ്ത് തരിക. ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇവിടെ. ഒരു വണ്ടി ഇപ്പോൾ വരും. ഈ ജോൺസിന്റെ ചെരുപ്പ് വരുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. ചാടിക്കറി. ആ പോരട്ടെ. നെക്സ്റ്റ്. നല്ല ചാട്ടം. കാണുമ്പോൾ ചെറിയ വഴിയാണെങ്കിലും ചേട്ടൻ പറപ്പിച്ചാണ് വിടുന്നത്. കുറച്ച് ഭാഗം കോൺക്രീറ്റ് ഒക്കെ ഉണ്ട്, മുകളിലേക്ക് ഫുൾ കല്ലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ കോൺക്രീറ്റ് ഉള്ള ഭാഗത്തേക്ക് കുറച്ച് സമാധാനമായിട്ടിരിക്കാം. നമ്മുടെ വണ്ടി എടുത്ത് വന്നാൽ തീർന്ന് കഞ്ഞിടൊക്കെ എടുത്ത് വന്നാലും കണക്കാം. ഇല്ല, അകത്ത് കയറാൻ പറ്റില്ല അല്ലേ? അകത്ത് കയറുന്നതിന്റെ അല്ല, പക്ഷെ അവിടെ ബംഗ്ലാവില്ലേ? അച്ഛാ, അടിപൊളി. അട്ടുച്ചയ്ക്കും തലയില്
മാസ്ക് വെച്ച് തലയിൽ മങ്കിത്തൊപ്പി കിട്ടച്ഛൻ. ആണല്ലേ? Enjoy the swing. Enjoy the swing. ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ ആയിരം പൂക്കൾ മുള്ളിവാ. മുള്ളിയോ? ഗൈസ്, ഇതാണ് 900 കണ്ടി. ആക്ച്വലി ഇപ്പോൾ ഇത് 900 ഏക്കേഴ്സിനും കൂടുതലുണ്ട്. കണ്ടി മീൻസ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ കഷ്ണം. അതെ, പാച്ചസ് ഓഫ് ലാൻഡ് എന്നാണ് പറയുന്നത്. അതെ, സോ ഇതില് സൂപ്പർ സ്ഥലമാണ്. ഏക്കറായിരുന്നു പണ്ട്. ഇപ്പോഴും അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. ഇപ്പോഴും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ 900 ഏക്കറിലും കൂടുതലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതെ, നല്ല രസമാണ്. 900 കണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ എന്തൊക്കെയാ കാണാനുള്ളതെന്ന് പോയി നോക്കിയിട്ട് വരാം. അച്ഛനെ ഇരുന്ന ഒറ്റ ഇരിപ്പുണ്ടാവുള്ളൂ കേട്ടോ. ജോണു കൂളിംഗ് ഗ്ലാസ് വെച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടോ അല്ലേ? റിഫ്ലക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നല്ല ഏത് ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. എടാ, നിന്നെ കണ്ട ശരിക്കും കണ്ണ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരുടെ കണ്ണട പോലെ ഉണ്ടടാ. കുറച്ചേരം ഞാൻ വെക്കട്ടെ. ഇതൊരു രസമുണ്ട് കേട്ടോ. അച്ഛന്റെ മുഖത്തിരിക്കും പോലല്ലേ, കാണുമ്പോ വെക്കുമ്പോ ഒരു രസമുണ്ട്. ഇത് പോളറൈസ്ഡ് ആണോ? പോളറൈസ്ഡ് ആണോ എനിക്കറിയില്ല. ആയിരിക്കും. പോലീസ് ഓഫ് റോഡ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് ഭാഗ്യം. ഒരു കുലുക്കമായിരുന്നല്ലേ ഞങ്ങളുടെ കയ്യിൽ. പിന്നെ കുട്ടികൾ എക്സ്പീരിയൻസിന് വന്നിട്ട് ടാർ ചെയ്ത് വിടുന്നത് അതുപോലെ ചാട്ടല്ലേ. പക്ഷെ എന്നാ 7 കിലോമീറ്റർ ഇല്ലേ? കൊറേ ദൂരം ഉണ്ട്. അതിന്റെ ഒരു വ്യത്യാസം. അതാണ് കുറച്ചു നേരമൊക്കെ രസമുണ്ട്. കുറച്ച് കഴിയുമ്പോ എനിക്ക് മതിയായി. കാരണം ഈ വയറിങ്ങനെ എടുത്ത് അടിക്കുന്ന എനിക്കിത് ഇവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ കുട്ടികളുള്ളതുകൊണ്ടാണ് അവർ ഇത്രയും പയ്യെ വന്നേ. അല്ലെങ്കിൽ അവർ തകർത്താനെ. എടാ എന്തു ഈ കണ്ണട വെച്ചേ പിടിച്ചോ. അച്ഛൻ വെച്ചോ. ഞാൻ നോക്കുമ്പോ എന്തോ ഒരു സാധനം മുഖത്ത് ആവശ്യമില്ലാത്തൊരു സാധനം. നോ വെള്ളം വേണം. തിരിച്ചു വരും പോരെ? ക്ലൈമറ്റ് ഒക്കെയാണ്. ആണോ? അവൻ ശരിക്കും മറ്റേ ജർമ്മനിയില് ജനിക്കേണ്ടവനാ. ഇതിപ്പോ അതെ. ഏത് ആക്ടിവിറ്റി? ചെല്ലി. ഇവിടെ നെറ്റില്ല. അപ്പൊ സ്പോട്ടിഫൈ എങ്ങനെ ഓണാക്കും? ഗൂഗിൾ പേ വർക്കാണല്ലോ. ക്യാഷ് എടുത്ത് നന്നായിട്ടാ. ഇവിടെ വരെ എത്തിയിട്ട് നാണം കിട്ടാനെ. പൈസ വയ്ക്കുമ്പോ എടപാടി നഹിമാലി. ഈശ്വര എടുത്തെടുത്ത് ജോണസേ അടിക്കോ ആട് ജോണസേ പാട് ജോൺ. 1000 പൂക്കൾ നുള്ളിവ. കറുത്ത കൂളിംഗ് ഗ്ലാസ്, പൊരിഞ്ഞ വെയിലത്ത് കറുത്ത ഡ്രസ്സും കറുത്ത കൂളിംഗ് ഗ്ലാസും കറുത്ത കയ്യൊറയും. ഇവിടെ ഫുള്ള് തണല്. എന്ത് ചെരുപ്പൂരിട്ട് അങ്ങോട്ട് ചെരുപ്പ് ഊരണല്ലേ? സോറി, ചെരുപ്പ് ഊരണം. ഉരുകോ.
ഇതെവിടെ ഒരു വീടുണ്ട് മുകളില്, അവിടെ കേറി ആനനെ കാണാം. അവിടെ ചേട്ടൻ കയറ്റൂട്ടാ, അവിടെ ചേട്ടനെ നിന്നെ എടുത്ത് കയറ്റും അതിന്റെ മുകളിൽ. പറ ചേട്ടനോട് പറ നമുക്ക് കേറാമെന്ന് പറ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് 900 കണ്ടിയില് സ്ഥലത്തിന് ഗ്ലാസ് ബ്രിഡ്ജ്. എന്താ പറയാ, ഭയങ്കര രസമുള്ള സ്ഥലമാണ് അല്ല അച്ഛാ? ബ്യൂട്ടിഫുൾ. ഇവിടുന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ പറയാ, ഭയങ്കര രസമാണ് മൊത്തത്തിൽ. ക്ലൈമറ്റും എല്ലാം. ഞങ്ങൾ ഭയങ്കര ചൂടായിരിക്കുന്നൊക്കെ കരുതി വന്നതാണ്, പക്ഷെ നല്ല 12:30 പക്ഷെ നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ എന്തായാലും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണല്ലേ അല്ലേ ത്രേസ്യാമേ? ഓക്കെ, ഞങ്ങൾ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വരുവാണെങ്കിൽ നിങ്ങൾക്കും ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അച്ഛനെ എന്ത് തോന്നി ഇവിടെ വന്നപ്പോൾ? അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലേ? അതെ അതെ, ഞങ്ങൾ പറയായിരുന്നു ഇങ്ങനെ ഒറ്റ ലൈഫേ ഉള്ളൂ, എല്ലാം കണ്ടു തീർക്കുക, സന്തോഷത്തോടെ യാത്ര ചെയ്യുക അല്ലെ? യാത്ര ചെയ്യാൻ നല്ല നല്ല കൂട്ടുകാരെയൊക്കെ നല്ല, അതെ, സന്തോഷമുള്ള കൂട്ടുകെട്ടുകളുടെ കൂടെ യാത്ര ചെയ്യുക. അപ്പൊ എന്തായാലും ആരും ഒരു എന്താ പറയാ ഒരു ലിമിറ്റേഷനും ഇല്ല. നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം അതങ്ങ് ചെയ്യാം. പിന്നല്ല, നമുക്ക് കാണാൻ വേണ്ടി ദൈവം ഇത്രയും നല്ല പ്രകൃതിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. ഇതൊക്കെ കാണാതെ ചാർലി സിനിമയിൽ ചോദിക്കുന്നല്ലോ, മീശപ്പുലിമേലും മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കില്ലേ? ഇതൊക്കെ കാണാതെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്ന പറഞ്ഞ പോലെയാണ്. അപ്പൊ എന്തായാലും പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ ഓരോ ചെറിയ യാത്രയും അടുത്ത വലിയ യാത്രയിലേക്കുള്ള തുടക്കമാണ്. ഇത് കണ്ടപ്പോ തന്നെ നമുക്ക് ഇതിലും വലുത് എക്സ്പ്ലോർ ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റ് വരും. യാത്രകൾ എപ്പോഴും മനുഷ്യനെ ഇങ്ങനെ റിഫ്രഷ് ചെയ്തോണ്ട്. ഒരുത്തും പുറകില് പുച്ചായിട്ട് നിൽക്കുന്നുണ്ട്, അവന്റെ ഓളെ കണ്ണട പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്താ ഇപ്പൊ നമ്മളിത് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ ചിലപ്പോ അടുത്ത ആഴ്ച ആയിരിക്കും കൊച്ചിന് പനി അത് ഇത്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഫ്രീ ആവണേ അപ്പൊ ഇറങ്ങി പോക്കോളാ, അടിപൊളിയാക്കുക. അതെ അതെ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ ഇതേ ഏറുമാടത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞേറാൻ പോവാണ്. അച്ഛനോട് പോയോ? കമോൺ. ഓക്കെ, ഇപ്പൊ എല്ലാവരുടെയും വെയിറ്റ് ഒക്കെ കുറയുന്നത്. അതെ, അനന്ത് ജോണുവിനെ കൊണ്ട് പോയിട്ടുണ്ട്. എന്താവോ എന്തോ. വാടാ. അധികമില്ല, സ്റ്റെപ്പ് കുറവാണോ? അതെ, ഇത് നമുക്ക് പറ്റിയൊരു സാധനമല്ല, വളരെ കുറച്ച് സ്റ്റെപ്പ് ഉള്ളൂ എന്നാണ് ത്രേസ്യാമ്മ പറഞ്ഞത്. ഇത് ഫുള്ള് മെറ്റൽ ഫ്രെയിമിലായിട്ട് ഉണ്ടാക്കിയേക്കണേ അല്ലേ? അതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആണ് സാധനം. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക, അപകടങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. സാധാരണ മരങ്ങളിലൊക്കെ മരത്തിൻ്റെ തടി അല്ല പാലം വെച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഗോവണിയൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കാറ്. പക്ഷേ ഇവിടെ നല്ല മെറ്റലിൻ്റെ ഫ്രെയിം അടിച്ച്, ഈ മരത്തേൽ തന്നെയാണ് സംഭവം, പക്ഷേ അതും മെറ്റലിൻ്റെ ഫ്രെയിമിൽ തന്നെയാണ് കൊടുത്തേക്കണേ. അപ്പോൾ എന്തായാലും നല്ല സ്ട്രോങ് ആണ്. നല്ല രസമുണ്ടല്ലോ അച്ഛാ. അയ്യോ, ഇവിടുത്തെ എയറിൻ്റെ ഒരു മണമുണ്ട് ഇവിടുത്തെ എയറിന്, കണ്ടോ? അത് ഇത് അതായത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മോശം വായു ശ്വസിച്ചിട്ട് ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടുമ്പോൾ ഒരു മണം തോന്നണാണെന്ന് അറിയില്ല. അത് കാടിൻ ഭയങ്കര ഒരു ഫ്രഷ് ആയില്ലേ നമ്മള്. ഓ, 900 കണ്ടിൽ ഒരു കണ്ടി കിട്ടുമോ മേടിക്കാൻ? അയ്യോ, ഇല്ലില്ല. നമുക്ക് പക്ഷെ ഇവിടെ ആകെ 1 മണിക്കൂർ സമയം. അതല്ല, ഇവിടുന്ന് പോവാൻ തോന്നില്ല. ഇനി ഇവിടുന്ന് പോകില്ലേ? പിന്നെ ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ സമയം ഉള്ളൂ എന്നുള്ളതാണ്. ആ മരത്തിന്റെ ഇല ഒന്ന് കാണിച്ചു കൊടുക്കോടാ. ആ മരത്തിന്റെ ഇലയൊക്കെ നോക്കി, ഒരു റെഡ് ആണോ ഒരു പിങ്ക് പോലത്തെ കളറൊക്കെ. അതെ, അച്ഛൻ പറയായിരുന്നു, അച്ഛനാണെങ്കിൽ കുറെ യൂറോപ്പിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അച്ഛൻ പറയായിരുന്നു ഒരു യൂറോപ്യൻ ഫീലാണ്. ഞാൻ യൂറോപ്പിൽ പോയപ്പോഴും രസമായിരുന്നു കേട്ടോ. ആ, പല കളറാണ്. അതെ അതെ അതെ, ഓട്ടം ഓറഞ്ചും പച്ചയും കൂടി കലർന്നിരിക്കും. ആ, അതിന് ഇലകളിൽ എന്തോ രാസവസ്തു കൂടുന്നത് കൊണ്ടാണ്.
പക്ഷെ ആ രാസവസ്തു ഒന്നും അറിയില്ല, തോറ്റു. അസിത്രോമൈസിൻ. അസിത്രോമൈസിനാ, അത് ആന്റിബയോട്ടിക് അല്ലടി. അല്ല, അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അറിയുന്നവര് കമന്റ് ചെയ്യട്ടെ. പാരസെറ്റമോൾ ആയിരിക്കും. ഡോളോ ആയിരിക്കും. ഡോളോ. പച്ച കൂടുതലുള്ളത് ഹരിതകം, പിന്നെ മഞ്ഞ കൂടുതലുള്ളത് മരിതകം, മഞ്ഞ കൂടുതൽ മരുതകം, പിങ്ക് കൂടുതൽ പരിതകം, പരിതാപകരം. പാസ്സാവാത്തേന്ന്. അത് പരിതാപകരം. അതെ. ജോൺസേ, പിള്ളേർക്ക് അതെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് ഇതിലൂടെ, അതെ അത്യാവശ്യം സേഫ്. പിന്നെ അച്ഛൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, അതായത് ഇത് മെറ്റൽ ഫ്രെയിം ഈ മരത്തിലേക്ക് തന്നെ അടിച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആണ് സാധനം. നമ്മൾ സാധാരണ ഈ മരത്തിൽ അത് നിനക്കാണ് ആട്ടം. ശരിക്കും ഇത് ആടുന്നില്ല, നീയാണ് ആടുന്നത്. ഇനി ആട്ടം കൂടും. അടിപൊളി, എന്താ ഫ്രഷ് എയർ ആണ്. അതെ അതെ. പക്ഷേ നമുക്ക് ഇനി ആർച്ചറിയും ഷൂട്ടിങ്ങും ബാക്കിയുള്ളത് അതെ, ത്രേസ്യാമ്മയുടെ ഷൂട്ടിംഗ് കണ്ടിട്ട് വരാം നമുക്ക്. ആർച്ചറി ഷൂട്ടിംഗ്. അവൻ വെടിവെക്കുന്ന ശബ്ദമാണ്, അത് ആരെല്ലാം അവൻ അടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. കൊണ്ടാ എത്ര കിട്ടും? ഓക്കെ, പൊട്ടിക്കടാ. അങ്ങനെയൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. എയിം ചെയ്താ പൊട്ടിക്കാൻ പറ്റില്ല. നേരത്തെ അവൻ കൊളിച്ചു. എന്റെ വീട്ടിലുണ്ടച്ചാ, ഇന്നെങ്കിൽ ഇത് പൊട്ടുവോ? അത് കൊള്ളില്ല, കൈ അങ്ങനെയല്ല പിടിക്കുന്നത്. മഞ്ഞയില് മഞ്ഞയില് കറക്റ്റ് സെന്ററിൽ മഞ്ഞയില് മഞ്ഞ പൊളിച്ചാ കൊണ്ടില്ലല്ലേ? കൊണ്ടില്ല. തോക്കിന്റെ കുഴലോടെ ഉണ്ട കാണുന്നു, എന്ത് കാണുന്നു? ആകാശവും അത് ഇങ്ങോട്ടൊക്കെ പൊട്ടും കേട്ടാ. വെക്ക് വേണ്ടി എവിടെ ഏതോ ആട് കരയുന്നു. എനിക്ക് വേണ്ട, ഇത് ഞാൻ കൊള്ളിക്കും. ഞാനാ മഞ്ഞ. ഓ, ഒരു ഉണ്ട വേസ്റ്റ് ആയിട്ടോ. അതിന്റെ അടുത്തൂര് എത്തിയില്ല. വേണ്ട, എനിക്ക് പ്രശസ്തി വിട്ടോ പോണില്ലല്ലോ. വിടറി. അങ്ങനെയല്ലേ? അതിന്റെ അത് പുറകില് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിടാ നമുക്ക്. വന്നല്ലോ ഫീലിങ്സ്, വന്നല്ലോ ഫീലിങ്സ്. പോണില്ല ചേട്ടാ, ആ അമ്പ അടുത്ത പറമ്പിൽ നിന്ന് എടുത്തോ. പോളൂ. നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ ഗോത്ര. ഇവിടെ ആദിവാസി ഊരും പരിപാടികളൊക്കെ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണെന്ന് തോന്നുന്നു. നമുക്ക് പോയി കണ്ടിട്ട് വരാം. വേണ്ട വേണ്ട, കുഴപ്പമില്ല. അമ്മേ, വിഷയമില്ല വിഷയമില്ല. ഒരാവേശത്തിന് ഹൈറേഞ്ചിലെ ആൾക്കാരൊക്കെ കയറി നിൽക്കുമ്പോൾ നിന്നതാണ്. പക്ഷേ ഈ നിൽപ്പ് കുറച്ച് ടാസ്ക്കാണ്. നമ്മളെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഹലോ, ഹായ് ഹമ്മി. ഇതാണോ? ഇതാണ് കരിന്തണ്ടൻ്റെ ഒരു പ്രതിമ. കരിന്തണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ആദിവാസിയാണ്. നമ്മുടെ വയനാട്ടിലേക്കുള്ള ചുരം കൂടിയുള്ള വഴി കണ്ടുപിടിച്ചെന്നാണ് പറയപ്പെടുന്നത്. മൃഗശാലയിലെ മൃഗങ്ങൾ ഇരിക്കുമ്പോൾ ഇരിക്കും അവരുടെ അവസ്ഥ. ഇഷ്ടപ്പെട്ടോടാ? ഈശ്വര, ഭയങ്കര ഇരുട്ട്. നല്ല തണുപ്പ്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാട്ടോ. സോറി. ശ്രീനിവാസൻ മറ്റേ ശ്രീനിവാസനല്ലോ. ഇവരുടെ ഫുൾ പരിപാടി ഇങ്ങനെയാണല്ലോ. ഇത് ഇവരുടെ അടുക്കളയായിരിക്കും. അല്ല,
സുനിച്ചേട്ടനോട് ചോദിച്ചാൽ അറിയാം. പുള്ളിയുടെ കയ്യില് സാധനം ഉണ്ട്. ജോണ് കൊട്ട് തിരിച്ച് ഈ ഭാഗം ഇങ്ങനെ കൊട്ട്. ചെയ്തിട്ട് കാട്ടിൽ പോയിട്ട് വേട്ടയായിട്ട് വരുമ്പോ മാംസം ഓ ശരി ശരി. അതിനാണ് ഇവര് ദേവപുര എന്ന് പറയുന്നത്. അല്ല അമ്പലം ഒന്നല്ല, അമ്പലം തന്നെയാണ്, പക്ഷെ അതൊന്ന് കുക്ക് ചെയ്തിട്ട് ഒരു ആചാരപ്രകാരം ഓ ശരി. ആഹാ. ബലി കൊടുക്ക അങ്ങനെയല്ല. ആ അച്ഛനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ജോണു. ഇതെന്താന്നറിയോ, ഈ തുളസി ആരെങ്കിലും നനയ്ക്കുന്നതാണ്. മഴ പെയ്യാത്ത കാലഘട്ടത്തിൽ. ഗൈസ്, അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ രാത്രിയായി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. എന്താ എഴുതിയേക്കുന്നത്? ടെൻസാനിയ. ഓ, ദ കംപ്ലീറ്റ് ടൂറിസം ഷോപ്പിംഗ് മാർക്കറ്റ്. സംഭവം കൊള്ളാട്ടോ. ഹായ് കൊടുത്തേ പാപ്പയ്ക്ക്, ഹായ് കൊടുത്തേ. ചെളിയുണ്ടേ പഞ്ചാള മതി. ഇവന്റെ ചെരുപ്പ് എടുക്കണോ? ഇവണ് ഓടി കേറിക്കോടാ കേറിക്കോടാ കേറിക്കോടാ. ഇതിലൂടെയാണോ കേറുന്നത്? തീർച്ചയാണ്. ടിക്കറ്റ് കൊടുത്ത ടിക്കറ്റ് ക്യാ ഹേന്ന് വെച്ചപ്പോ എന്താ പറഞ്ഞേ? വാഹത്ത് പോയി നോക്കാനോ? അത് ഞാൻ പറഞ്ഞു. വാവ്. സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ച് എന്തൊക്കെയോ പിക്ചേഴ്സൊക്കെ നമുക്ക് ഭിത്തിയിൽ കാണാൻ പറ്റും. അതിനകത്തേക്ക് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. നല്ല രസമുണ്ട്. പക്ഷേ സൂക്ഷിച്ച് നോക്കണം. പാളി. ഓരോരുത്തർ അരമണിക്കൂറുടെ സമയം ചോദിക്കാം. മെയിനായിട്ട് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇതെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് ചെല്ലുമ്പോൾ ഒരു ദുബായിൽ കരാമയിലൊക്കെ ചെന്ന പോലത്തെ, കരാമ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെ ഈ ഈത്തപ്പനകളുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തോന്നും. അതുപോലെ നല്ല രസമുണ്ട് മാർക്കറ്റ്. വളരെ നീറ്റ് ആൻഡ് ടൈഡിയാണ്. നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ഹാൻഡ് ക്രാഫ്റ്റഡ് മെറ്റീരിയൽസും കുറേ എന്താ പറയുക സ്പൈസസും അങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു നല്ല രസമുള്ളൊരു മാർക്കറ്റാണ്. കുറേ സാധനങ്ങളുണ്ട്. കുട്ടികളായിട്ട് വരുന്നവർക്ക് ഈ ഒരു സ്ലൈഡ് വളരെ യൂസ്ഫുള്ളാണ്. കാരണം അത്യാവശ്യം സേഫാണത്. അത് ഈ പറഞ്ഞതുപോലെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് അവർക്ക് അങ്ങനെ ഒന്ന് വീണാലോ ഒന്നും അങ്ങനെ അപകടങ്ങളൊന്നും സംഭവിക്കില്ല. കുറേ കുട്ടികൾ അതിനകത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നടന്ന് കാണുമോ, നമുക്ക് ഷോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ വയനാടൻ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ യാത്ര ഊട്ടിക്കാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന് ശേഷം അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരും. സ്റ്റേ ട്യൂൺഡ്.